everyone. In this video, we are going to learn consolidated financial statements. First of all, we have to learn what is a holding company and what is a subsidiary company. Sometimes a company purchases or acquires more than 50% or majority of shares in another company so that that company can control or they can influence the management of the other company. ചില സമയങ്ങളിൽ വലിയ കമ്പനീസ് ബിഗ് കമ്പനീസ് ആണ് ഇതുപോലത്തെ സ്റ്റെപ്പ് എടുക്കുന്നത്. ബിഗ് കമ്പനീസ് ദേ അക്വയർ മെജോറിറ്റി ഓഫ് ദ ഷെയർസ് or more than 50% of shares in another company so that these big companies can influence or control the management of the other company. Such big companies or which company is going to take or acquire the majority share or they can influence or they can control the management, that company is known as holding company and the other company is known as subsidiary company. The holding company is also known as parent company and the other company, subsidiary company, is under the control of this parent company. Example പറയുകയാണെങ്കിൽ Steel Authority of India. You might have heard about SAIL, Steel Authority of India Limited. 1972 December 2 പാർലമെൻറ്റിൽ ഒരു പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പോളിസി പാസ്സാക്കാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഡിസംബർ 1972 അന്ന് ഒരു ഹോൾഡിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ സ്റ്റീൽ കമ്പനീസിനെല്ലാം ഒരു കമ്പനിയുടെ അണ്ടറിൽ കൊണ്ടുവന്ന് അണ്ടർ എ റൂഫ് ഇഫ് ദേ ക്യാൻ മാനേജ്, ദാറ്റ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ ഇന്ത്യ. അങ്ങനെയാണ് സെയിൽ അല്ലെങ്കിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അണ്ടറിൽ ഒരുപാട് സബ്സിഡറി കമ്പനീസ് വന്നിട്ടുണ്ടായത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മെയിനായിട്ട് ഒരുപാട് സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്. ഭിലായ്, ബൊക്കാരോ, ദുർഗാപൂർ, റൂർക്കല, ദെൻ ബേൺപൂർ, അങ്ങനെ ഒരുപാട് സ്റ്റീൽ പ്ലാന്റ്സ് ഈ പറയുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അണ്ടറിലാണ് ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. ദ സെയിൽ ക്യാൻ ഹാവ് എ കൺട്രോൾ ഓവർ ഓൾ ദീസ് പ്ലാന്റ്സ്. അങ്ങനെ 1972 ഇത് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 1973 24 ഡിസംബറിൽ വിത്ത് എൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 2000 crores. ദാറ്റ് മീൻസ് US പറയുകയാണെങ്കിൽ $280 million ശരിക്കും ഓതറൈസ്ഡ് ക്യാപിറ്റലോട് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 24 ജാനുവരി 1973. ഓക്കെ, എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. കോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദെൻ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഹോൾഡിംഗ് കമ്പനിയായിട്ട് നിലനിൽക്കുന്നു, വിച്ച് ഈസ് ദ മേജർ എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്. ഇൻ കേസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ദേ ആർ മാനേജ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഗവേണിംഗ് ബോർഡ്സ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗവേണിംഗ് ബോർഡ്സ് ആണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് കമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ആണെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും ഈ പറയുന്ന കമേഴ്ഷ്യൽ എൻ്റർപ്രൈസസിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഈസ് എ ഹോൾഡിംഗ് കമ്പനി ആൻഡ് വാട്ട് ഈസ് എ സബ്സിഡറി കമ്പനി. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ ഷെയർസിൽ 50%-ലധികം ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ അവരുടെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ട് എങ്കിൽ ആ കമ്പനീനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്നും, ഏത് കമ്പനിയാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത് ദാറ്റ് കമ്പനി ഈസ് നോൺ ആസ് സബ്സിഡറി കമ്പനി. ഓക്കെ, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനിയുടെ അനദർ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഫ്ലിപ്കാർട്ട് ഒരു സിംഗപ്പൂരിയൻ കൊമേഴ്സ് കമ്പനിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. പക്ഷേ ഇതാദ്യം തുടങ്ങുന്നത് സച്ചിൻ ബൻസാൽ ആൻഡ് ബിന്നി ബൻസാൽ എന്ന് പറയുന്ന 2 പേഴ്സൺസ് ആണ്. 2 IITians ആണ്. രണ്ടുപേരും ഡൽഹി IITയിൽ നിന്നാണ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത്. രണ്ടുപേരും ചണ്ഡീഗറിൽ നിന്നാണ്. പക്ഷേ അവർ രണ്ടുപേരും റിലേറ്റീവ്സ് ഒന്നുമല്ല. സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലും 2007 ഒരു ബുക്ക് സെയിലിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലിപ്കാർട്ട് അണ്ടറിൽ ശരിക്കും ഒരുപാട് സബ്സിഡറീസ് ഉണ്ട്. മിന്ത്രയുണ്ട്. മിന്ത്രയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിന്ത്ര, jabong.com, ദെൻ ഫോൺ പേ, കാർട്ട് പോലുള്ള ഒരുപാട് സബ്സിഡറി കമ്പനീസ് ആർ ഫങ്ഷനിങ് അണ്ടർ ദിസ് ഹോൾഡിംഗ് കമ്പനി. ഞാൻ പറഞ്ഞല്ലോ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും.
ഈ ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സിഡറി കമ്പനിക്ക് ഇൻ ദെയർ ഓൺ നെയിം തന്നെ ഫങ്ഷൻ ചെയ്യാം. ഇപ്പം മിന്ത്ര ഈസ് വൺ ഓഫ് ദ സബ്സിഡറീസ് ഓഫ് ഫ്ലിപ്കാർട്ട്. പക്ഷേ മിന്ത്രയ്ക്ക് എന്ത് ചെയ്യാം? മിന്ത്രയ്ക്ക് മിന്ത്രയുടെ പേരിൽ തന്നെയാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക. ജബോങ് ആണെങ്കിൽ jabong.com ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി ദാറ്റ് ഇസ് ഫ്ലിപ്കാർട്ട്. പക്ഷേ ജബോങ്ങിനും എന്ത് ചെയ്യാം? അതേ പേരിൽ തന്നെ ഫങ്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാങ്ക് ഓഫ് ബറോഡ 2018 ബാങ്ക് ഓഫ് ബറോഡ വിജയ ബാങ്കിനെയും ദേന ബാങ്കിനെയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് ബാങ്കായിട്ട് മാറുകയുണ്ടായി അല്ലേ. ആദ്യത്തെ ലാർജസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും രണ്ടാമത്തെ ലാർജസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ICICIയുമാണ്. 3rd പൊസിഷനിലേക്ക് വരാൻ കാരണം ബാങ്ക് ഓഫ് ബറോഡ വിജയ ബാങ്കിനെയും ദേന ബാങ്കിനെയും ഒക്കെ ഏറ്റെടുത്തപ്പോഴാണ്. അപ്പോൾ ഈ വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്കിനെ മെർജ് ചെയ്യാണ് ചെയ്തത്. അതായത് ഏറ്റെടുക്കുമ്പോൾ പിന്നീട് വിജയ ബാങ്ക് എന്ന് പറയുന്ന എന്ന പേരിൽ അല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ദേന ബാങ്കും അങ്ങനെ തന്നെയാണ്. പിന്നീട് അവരുടെ ആ ബോർഡെല്ലാം മാറ്റി അവരെ ബാങ്ക് ഓഫ് ബറോഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് ദീസ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി ക്യാൻ ഫങ്ഷൻ ദെയർ ഓൺ നെയിം, അറ്റ് ദ സെയിം ടൈം സബ്സിഡറി കമ്പനിക്കും അതേപോലെ തന്നെ ഫങ്ഷൻ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, പക്ഷേ ആരുടെ കൺട്രോളിലായിരിക്കും? ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ്. സോ 2007 സച്ചിൻ ബൻസാലും അതേപോലെ ബിന്നി ബൻസാലും തുടങ്ങിയിട്ടുള്ള ഒരു കൊമേഴ്സ് കമ്പനിയാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. ആദ്യമായി തുടങ്ങിയപ്പോൾ ഒരു ബുക്ക് സെയിൽസിന് വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നീട് അത് ഹോം എസെൻഷ്യൽസിനും ഫാഷനും ഗ്രോസറീസിനും ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് അത് മാറുകയാണ് ഉണ്ടായത് അല്ലേ. പിന്നീട് ഓഗസ്റ്റ് 2018 US ബേസ്ഡ് റീറ്റെയിൽ ചെയിൻ ഉണ്ട്. ഏതാണ്? വാൾമാർട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാൾമാർട്ട് 81.3% ഓഫ് ദ ഫ്ലിപ്കാർട്ട് ഷെയർ അക്വയർ ചെയ്തു. അങ്ങനെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ കൺട്രോൾ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? വാൾമാർട്ടിൻ്റെ അണ്ടറിലാണ്. അതേപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓണർഷിപ്പിൽ 4.7% ടൈഗർ മാനേജ്മെൻറ്റിനും മൈക്രോസോഫ്റ്റിന് ഒരു 1.3% ഉണ്ട്. അങ്ങനെ ഫ്ലിപ്കാർട്ട് is functioning in their own name but under the control of Walmart. സബ്സിഡറീസ് ആണ് ഫ്ലിപ്കാർട്ടിൻ്റെ മിന്ത്രയും ജബോങ്ങും എല്ലാം. സോ മിന്ത്രയുടെ ഹോൾഡിംഗ് കമ്പനി ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ 81.3% അക്വയർ ചെയ്തപ്പോൾ വാൾമാർട്ടിന് ഫ്ലിപ്കാർട്ടിനെ കൺട്രോൾ ചെയ്യാം, ജബോങ്ങിനെ കൺട്രോൾ ചെയ്യാം, മിന്ത്രനെ കൺട്രോൾ ചെയ്യാം, ഫോൺപേനെ കൺട്രോൾ ചെയ്യാം, കാർട്ടിനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ ഒരുപാട് എത്ര സബ്സിഡറീസ് ഉണ്ടോ അത്രയും സബ്സിഡറീസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഈ വാൾമാർട്ടിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ. ദെൻ വാട്ട് ആർ ഗ്രൂപ്പ് കമ്പനീസ്? നമ്മൾ ഗ്രൂപ്പ് കമ്പനീസ് എന്ന് വിളിക്കാറുണ്ട്. ഗ്രൂപ്പ് കമ്പനീസ് പറഞ്ഞാൽ പേരൻറ്റ് ആൻഡ് ഇറ്റ് സബ്സിഡറി കമ്പനീസ്. ആരാണോ ഹോൾഡിംഗ് കമ്പനി, ആ ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ സബ്സിഡറീസിനെയും ചേർത്ത് നമ്മൾ ഗ്രൂപ്പ് കമ്പനീസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ സബ്സിഡറി കമ്പനീസ് ഹാവ് ദെയർ ഓൺ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അവർക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ദി ഇൻഡിപെൻഡൻറ്റ് ഗവേണിംഗ് ബോർഡ്സ് ആർ മാനേജ്ഡ്, ആൻഡ് ഇൻ കേസ് ഓഫ് commercial enterprises holding companies managing the subsidiary companies. That is the difference. ഇനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ 2 സ്ട്രക്ചേഴ്സാണ് ഡയറക്റ്റ് ഹോൾഡിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ്. ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ഹോൾഡിംഗ് ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ സ്ട്രക്ചർ. ഇഫ് ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ മെജോറിറ്റി ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ സ്ട്രക്ചറായ ഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറയാം. ഇൻഡയറക്ട്ലി ദേ ക്യാൻ ഹോൾഡ് ഷെയർസ് ഇൻ അനദർ കമ്പനി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം എടുത്തു അല്ലേ. വാൾമാർട്ടിന് ഫ്ലിപ്കാർട്ടിൻ്റെ 81.3% അക്വയർ ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ട് അക്വയർ ചെയ്തിട്ടുള്ള മിന്ത്രേനെയും ജബോങ്ങിനെയും ഫോൺപേനെയും എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു? വാൾമാർട്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് കോംപ്ലെക്സ് സ്ട്രക്ചർ is one of the examples of indirect holding. So there are two types of group structures, direct holding and indirect holding. Then നമ്മൾ പറഞ്ഞു ഒരു ഹോൾഡിംഗ് കമ്പനി they can control or influence the management of the subsidiary company. So what is control? Ind AS 110 പ്രകാരം ചില ടേംസിന് ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് കൺട്രോൾ. വാട്ട് ഇസ് കൺട്രോൾ ആസ് പെർ Ind AS 110?
ഒരു investor can control an investee even only if the investor has all the following elements. താഴെ പറയുന്ന ഒരു 3 എലമെന്റ്സ് പറയുന്നുണ്ട്. ആ 3 എലമെന്റ്സും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദ പവർ ഓവർ ദ ഇൻവെസ്റ്റി. പവർ ഓവർ ദ ഇൻവെസ്റ്റി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വോൾമാർട്ട് 81.3% അക്വയർ ചെയ്തു. സോ ദ വോൾമാർട്ട് ക്യാൻ കൺട്രോൾ ദ മാനേജ്മെന്റ് ഓഫ് ദ ഫ്ലിപ്കാർട്ട്. ഒരു പവർ ഉണ്ട് ഇൻവെസ്റ്റിയിൽ അല്ലേ. ദാറ്റ് ഈസ് one of the elements of the term control. Power over the investee. അവരുടെ relevant activities, എന്ത് വേണം relevant activities ആവാം. The activities that significantly affect the investee's return. ഇൻവെസ്റ്റിയുടെ റിട്ടേണിനെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റീസും റെലവൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. ഈ റെലവൻറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റർക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ കൺട്രോൾ. Then രണ്ടാമത്തത് exposure or rights to variable returns. I'm sorry about the spelling of variable returns. Exposure or rights to variable returns from the involvement with the investee. അവരുടെ വേരിയബിൾ റിട്ടേൺസിൽ ഒരു എക്സ്പോഷർ റൈറ്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, അതും എന്താണ് ഒരു ഇൻവോൾവ്മെൻറ്റിലൂടെ അവിടെ റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് പറയാം, കൺട്രോൾ എന്ന് പറയാം. ദെൻ തേർഡ് വൺ, എബിലിറ്റി ടു യൂസ് ഇറ്റ്സ് പവർ ഓവർ ദി ഇൻവെസ്റ്റി. ഈ പറയുന്ന ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റീനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, എബിലിറ്റി ടു യൂസ് ഇറ്റ് പവർ ടു അഫക്ട് ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ. ഇൻവെസ്റ്റേഴ്സ് റിട്ടേണിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇൻവെസ്റ്റിയുടെ മുകളിൽ പവർ ചെലുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ കൺട്രോൾ. ഈ 3 എലമെൻസും ഉണ്ടെങ്കിലാണ് we can say that the holding company can have a control over the subsidiary company. Then what are the advantages of holding company? എന്തിനാണ് ഈ ഹോൾഡിംഗ് കമ്പനി ഇത്ര കഷ്ടപ്പെട്ട് മറ്റുള്ള കമ്പനീസിൽ പോയി മെജോറിറ്റി ഷെയർ അക്വയർ ചെയ്യുന്നത്? ബിക്കോസ് സബ്സിഡറി കമ്പനിക്ക് ദേ ഹാവ് ദെയർ ഓൺ എ ഗുഡ് വിൽ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ മിന്ത്രയുടേതായ ഒരു ഗുഡ് വിൽ ഉണ്ട്. മിന്ത്രയുടേതായ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരെ നമ്മൾ ഡയറക്റ്റ്ലി അക്വയർ ചെയ്യാതെ മിന്ത്രയായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്തോട്ടെ, പക്ഷേ മിന്ത്രയെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫ്ലിപ്കാർട്ടിൻ്റെ സബ്സിഡറീസ് ആണ് മിന്ത്ര, ജബോങ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ മിന്ത്രയുടെ കസ്റ്റമേഴ്സിനെയും ജബോങ്ങിൻ്റെ കസ്റ്റമേഴ്സിനെയും ഫോൺപേയുടെ കസ്റ്റമേഴ്സിനെയും ഒക്കെ വെച്ച് ഹോൾഡിംഗ് കമ്പനിക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്ത് ദേ ക്യാൻ അക്വയർ അല്ലെങ്കിൽ they can make more profit. That's the reason. Then second one is monopoly or near monopoly. ഇപ്പോൾ Steel Authority of India Limited, public enterprises SAIL, there are so many subsidiary companies under the SAIL. ഈ പറയുന്ന Steel Authority of India ക്കാണ് ഇപ്പോൾ monopoly. They are in the monopolistic situation. They have to control every steel companies or every steel plants in India. സോ അതിൻ്റെ സെയിലിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ക്യാൻ കൺട്രോൾ ഓൾ ദ സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ അവർ കൺട്രി. സോ ഒരു നിയർ മോണോപ്പൊളിയോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മോണോപ്പൊളിയോ നമുക്ക് അക്വയർ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ പോസിബിലിറ്റി, ദാറ്റ് ഈസ് വി ക്യാൻ അക്വയർ എ മെജോറിറ്റി ഓഫ് ഷെയർസ് ഇൻ ദ സബ്സിഡറി കമ്പനി. ദെൻ തേർഡ് വൺ ഈസ് കമ്പാരിറ്റീവ് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു അക്വയർ ദ കൺട്രോൾ. നമ്മൾ കണ്ടുവരുന്നത് ബിഗ് കമ്പനീസ് സ്മോൾ കമ്പനീസിനെ അക്വയർ ചെയ്യുന്നതാണ്. ബിഗ് കമ്പനീസ് സ്മോൾ കമ്പനീസിനെ അക്വയർ ചെയ്യുന്നതാണ്. സോ ദേ ക്യാൻ വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ദേ ക്യാൻ അക്വയർ ദ കൺട്രോൾ. വാട്ട് അബൌട്ട് വാൾമാർട്ട്? 81.3% ഓഫ് ഫ്ലിപ്കാർട്ട് അക്വയർ ചെയ്തപ്പോൾ ഇന്ത്യയിലുള്ള ഒരു മെജോറിറ്റി, ഇന്ത്യ മാത്രമല്ല ഫ്ലിപ്കാർട്ട് ഏതാണ്ട് വേൾഡ് വൈഡ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അത്രയും പേര് അത്രയും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അത്രയും ബിസിനസ്സാണ് ദേ ക്യാൻ കൺട്രോൾ, ദേ ക്യാൻ അക്വയർ ദ കൺട്രോൾ വിത്ത് ഓൺലി ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വാൾമാർട്ടിനെ പോലെ ഒരു കമ്പനി വന്ന് ഫ്ലിപ്കാർട്ടിനെ അക്വയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ കമ്പയർഡ് ദീസ് 2 companies. Then the fourth one is carry forward losses for income tax purposes. Suppose Flipkart is a loss company, ഒരു ലോസ് കമ്പനി ആണെങ്കിൽ, അതായത് ലോസ് തന്നെയാണ് അവിടെയെങ്കിൽ ഈ ലോസിനെ മറ്റേ ഹോൾഡിംഗ് കമ്പനിക്ക് സെറ്റ് ഓഫ് ചെയ്യാം ഫോർ ദ ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടി എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശശികല തമിഴ്നാട്ടിൽ
ഒരുപാട് കമ്പനീസിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അതായത് ഒരു കമ്പനിയുടെ 51% അക്വയർ ചെയ്യുന്നു, ആ കമ്പനി ആകട്ടെ വേറൊരു കമ്പനിയുടെ 51% അക്വയർ ചെയ്തിരിക്കുന്നു, ദാറ്റ് കമ്പനി അക്വയർഡ് മോർ ദാൻ 50% ഓഫ് ഷെയർസ് ഓഫ് അനദർ കമ്പനി. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഒരു ശശികല വെബ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മീൻസ് ഒരു പേഴ്സൻ്റെ കൺട്രോളിൽ എല്ലാ കമ്പനീസ് വരും. പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല, ഇത്രയും കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്നൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസ് ലോസിലാണ്. അപ്പോൾ ഒരു കമ്പനി ലാഭത്തിൽ ഫങ്ഷൻ ചെയ്താലും ആ കമ്പനിയുടെ സബ്സിഡറീസ് എല്ലാം ലോസിലാണെങ്കിൽ നമുക്കത് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി അത് സെറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ഇൻകം ടാക്സ് കുറച്ചടക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയെടുക്കാം. അത് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഒരു ലോസ് ജനറേറ്റിംഗ് കമ്പനീനെ നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് കമ്പനിയായിട്ട് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആക്കണം എന്നുള്ളതാണ് ശരിക്കുമുള്ള കാര്യം. Then easy to give up the control by simply disposing of the shares. If നമുക്ക് ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയുടെ കൺട്രോൾ വേണ്ട, ഇനി കൺട്രോൾ വേണ്ട എങ്കിൽ they can simply dispose those shares. ആ ഷെയർസ് എന്ത് ചെയ്യാം? Simply they can dispose and give up the control. Another advantage for holding company. Then economies in production and management and production. നമുക്കറിയാലോ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് എപ്പോഴും നല്ലതല്ലേ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതുപോലെ മാനേജ്മെൻ്റ് ആണെങ്കിലും ഈസി മാനേജ്മെൻറ്റ്. ഒരു ചെറിയ കമ്പനിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ടാവണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരുപാട് നമുക്ക് അതിൻ്റെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് റെമ്യൂണറേഷൻ കൊടുത്ത് എക്സ്പേർട്സിനൊക്കെ വെക്കാൻ ഒരു ആസ് എ സ്മോൾ കമ്പനി ഇറ്റ് മൈറ്റ് നോട്ട് ബി പോസിബിൾ. പക്ഷേ നമുക്ക് ഹോൾഡിംഗ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ ദ ഹോൾഡിംഗ് കമ്പനി ഹാസ് എ കൺട്രോൾ ഓവർ ദാറ്റ് സബ്സിഡറി കമ്പനി. സോ ഹോൾഡിംഗ് കമ്പനി ക്യാൻ അപ്പോയിൻറ്റ് an expert person for controlling the management of the subsidiary company. These are the advantages of holding company. Then there are so many disadvantages in case of holding company. Fraudulent manipulation of accounts. Accounts ഒരുപാട് manipulations ഒക്കെ വരാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും നമ്മുടെ ഡിഗ്രി ലെവലിലില്ല. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രോഡ് ഒക്കെ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ടാണല്ലോ ശശികല വെബ് എന്ന് അറിയപ്പെടുന്നത്. മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട് ഇസ് പോസിബിൾ. ദെൻ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ വാൾമാർട്ടിനും ഫ്ലിപ്കാർട്ടിനും ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ നടത്താം അങ്ങോട്ടും ഇങ്ങോട്ടും. വാൾമാർട്ട് ഹോൾഡിംഗ് കമ്പനിക്ക് ക്യാഷ് കൊടുക്കുന്നു, ഹോൾഡിംഗ് കമ്പനി ആ ക്യാഷ് എടുത്ത് മിന്ത്രയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അതിലൂടെ ചില പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യാം. Then operation of minority shareholders. The term minority shareholders, they are also known as non-controlling interest, non-controlling shareholders. Oppression, അതായത് ഇപ്പോൾ വാൾമാർട്ടിന് 81.3% ഓഫ് ഷെയർസ് ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ. സോ ഫ്ലിപ്കാർട്ടിൽ ബാക്കിയുള്ള ഷെയർസ് ടൈഗർ മാനേജ്മെൻറ്റ് അതുപോലെ മൈക്രോസോഫ്റ്റ് അവരൊക്കെ മൈനോറിറ്റീസ് ആണ്. ദേ ഡോണ്ട് ഹാവ് എ ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദിസ് ഫ്ലിപ്കാർട്ട്. ദ ഡയറക്റ്റ് കൺട്രോളിംഗ് ഈസ് ഓൺലി ബൈ ദ ഹോൾഡിംഗ് കമ്പനി, ദാറ്റ് ഈസ് വാൾമാർട്ട്. സോ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഒപ്രസ് ചെയ്യാണ്, അതായത് അവരെ അടിച്ചമർത്തുന്ന പോലെ. ദേ ഡോണ്ട് ഹാവ് എനി വോയിസ് ഓവർ ദാറ്റ് കമ്പനി. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അക്കൗണ്ടിങ് ഡിഫിക്കൽട്ടീസ് ദെയർ. പക്ഷേ കമ്പനീസ് ആക്ട് 2013 ഇൻഡേഴ്സ് 110 ഒക്കെ വന്നപ്പോൾ അക്കൗണ്ടിങ് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് എല്ലാ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും ബെറ്റർ അക്കൗണ്ടിങ് ഈസ് പോസിബിൾ. പക്ഷെ എന്നിരുന്നാലും അക്കൗണ്ടിങ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, വാട്ട് ഈസ് ദെയർ കറണ്ട് പൊസിഷൻ എന്നുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ വാൾമാർട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാൾമാർട്ടിൻ്റെ സബ്സിഡറി കമ്പനീസിൻ്റെ എല്ലാ കാര്യങ്ങളും വാൾമാർട്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. കാരണം ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വാൾമാർട്ടിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇസ് ദെയർ. സോ ദർ ആർ സോ മെനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ദെയർ. വാൾമാർട്ടിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും ഉണ്ട് അല്ലേ. അങ്ങനെ എവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ അതെല്ലാം ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരേണ്ടതാണ്. സോ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. Then true financial position may not be known to the shareholders or creditors. Sometimes ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ
ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും വേണ്ടി അവർക്കൊരു ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ആരാണോ ഹോൾഡിംഗ് കമ്പനി അവരത് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സോ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ സംടൈംസ് മേ നോട്ട് ബി നോൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. അത് ചിലപ്പോൾ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ റിവീൽ ചെയ്യിക്കാൻ സാധിക്കില്ല, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ കാണിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം മാക്സിമം എന്താണ് ഈ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിബന്ധന അല്ലെങ്കിൽ നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. Then last one, officers or directors at undue high remuneration may have to be appointed in the subsidiary company. ഇപ്പോൾ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തപ്പോൾ ഫ്ലിപ്കാർട്ടിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ഹൈ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുത്ത് ചില ഒഫീഷ്യൽസിനെയും ചില ഓഫീസേഴ്സിനെയും ചില ഡയറക്ടേഴ്സിനെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ഹോൾഡിംഗ് കമ്പനിക്ക് ഒരു എക്സ്ട്രാ ഒരു ചിലവാകാവുന്നതാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലും ഒക്കെ ആയിരുന്നു അതിൻ്റെ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് അവർ എന്താണ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതായത് വാൾമാർട്ടിൻ്റെ ഒരു കൺട്രോൾ വരുമ്പോൾ വാൾമാർട്ടിൻ്റെതായ എന്താണ് ആളുകളായിരിക്കുമല്ലോ അവിടുത്തെ ഫുൾ കൺട്രോൾ. സോ എന്താ പറയുക, ഒരു വ്യത്യാസമാണ്. ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കോ ഫൗണ്ടേഴ്സായ സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലും ആദ്യം ആമസോണിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവർ IIT പഠിക്കുമ്പോൾ തന്നെ ആമസോണിൽ പ്ലേസ്ഡ് ആയി പോവുകയും ആമസോണിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് അവർ ഒരു ബുക്ക് സെയിലിന് വേണ്ടി തുടങ്ങിയ ഒരു ഫ്ലിപ്കാർട്ടാണ്. ഇപ്പോൾ അതൊരു വാൾമാർട്ടിൻ്റെ അണ്ടറിൽ വരുമ്പോൾ അവരെക്കാളും ബെസ്റ്റ് ഒഫീഷ്യൽസിനെ, ബെസ്റ്റ് CEOസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വാൾമാർട്ട് ശ്രമിക്കുമല്ലോ. സോ ഒരു ഹൈ റെമ്യൂണറേഷൻ ഉള്ള കൊടുത്തുകൊണ്ട് വാൾമാർട്ട് അവിടെ ഓഫീസേഴ്സിനെ ഡയറക്ടേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെ സ്വാഭാവികമാണ്. അത് എക്സ്ട്രാ ചിലവാണെങ്കിൽ കൂടി ഹോൾഡിംഗ് കമ്പനിക്ക് നല്ലതായിരിക്കാം, പക്ഷേ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയപ്പെടും. സോ ഇത്രയുമാണ് consolidated financial statements in your introductory part. If you have any question, you can directly contact me. Okay, thank you.